ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് B.R. ഗവായ്, ജസ്റ്റിസ് ഗവായിക്ക് നേരെ ഇന്ന് കോടതി മുറിയിൽ ഒരു കക്ഷിയല്ല അഭിഭാഷകൻ, 71 വയസ്സുള്ള ഒരു മുതിർന്ന അഭിഭാഷകൻ ഷൂ വലിച്ചെറിഞ്ഞു. നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടുകേഴ്വിയൊന്നുമില്ല ന്യായാധിപന്മാരെ ആക്രമിക്കുന്നത്, അതും സുപ്രീം കോടതിയിലെ താഴെത്തട്ടിലെ കോടതികളിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മജിസ്ട്രേറ്റുമാരെയും ജഡ്ജിമാരെയും ചീത്ത വിളിക്കുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്തൊക്കെ പേപ്പർ ഉരുട്ടി എറിയുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പദവിയിൽ, അതും സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് നേരെ കായികമായി ഒരു ആക്രമണത്തിനുള്ള ശ്രമം ഉണ്ടാകുന്നത് ഇതാദ്യമാണ്. കാരണം അവർക്ക് Z+ സെക്യൂരിറ്റിയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഏതായാലും വളരെ അപലപനീയമായ ഒരു സംഗതിയാണ്. ആരാണ് ഈ ആക്രമണം നടത്തിയ ആളെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ? അതായത് സുപ്രീം കോടതിയിലെ വക്കീലാണ്. അപ്പോൾ വക്കീലിൻ്റെ പേര് രാകേഷ് കൃഷ്ണ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഷൂ മാറ്റി തുടങ്ങിയപ്പോൾ, ഗവായിക്ക് നേരെ എറിയാനായിട്ട് ഷൂ മാറ്റി തുടങ്ങിയപ്പോൾ തന്നെ ഇത് സെക്യൂരിറ്റിക്കാർ കണ്ട് ഇടപെട്ടു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. എന്നിട്ട് ഇയാളെ പിടിച്ചിട്ട്, അതായത് ഇയാൾ ഈ ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ഷൂ ഊരിക്കൊണ്ട് അങ്ങോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സെക്യൂരിറ്റിക്കാർ പിടിച്ച് ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇയാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സനാതൻ കാ അപമാൻ നഹി സഹേംഗെ എന്ന് പറഞ്ഞു. സനാതനധർമ്മത്തിനെതിരായ ആക്രമണം സഹിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അഭിഭാഷകരോട്, അതായത് കേസുകൾ മെൻഷൻ ചെയ്യുന്ന സമയത്താണ് രാവിലെ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് തുടരാൻ നിങ്ങൾ വാദം തുടരുക, ഈ ഡിസ്ട്രാക്ഷൻ ഇതിലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇതെന്നെ ഒട്ടും ബാധിക്കുകയുമില്ല എന്ന് ഗവായ് അഭിഭാഷകരോട് പറഞ്ഞു. എന്നിട്ട് കോടതി നടപടികളിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം മറ്റേ ഖജുരാഹോ സംഭവം, അവിടുത്തെ ക്ഷേത്രത്തിന് മുന്നിലുള്ള വിഷ്ണുവിൻ്റെ ശിരസർത്ത പ്രതിമ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ മാസം ഈ ഗവായിയുടെ മലയാളിയായ K. വിനോദ് ചന്ദ്രൻ്റെയും ബെഞ്ചിൽ രാകേഷ് ദലാൽ എന്ന് പറഞ്ഞ ഭക്തൻ, അദ്ദേഹം ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അത് മധ്യപ്രദേശിലെ ആ ഖജുരാഹോ, ഛത്തർപൂർ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഈ ഖജുരാഹോ. ആ ഖജുരാഹോയിൽ ഈ പ്രതിമകളുടെ കൂട്ടത്തിൽ 7 അടി ഉള്ളൊരു വിഷ്ണു വിഗ്രഹത്തിൻ്റെ തല പോയിട്ടുണ്ട്. ആ തല പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണിയെടുത്ത അവിടുത്തെ ദേവസ്വത്തിനോടൊന്നും പറഞ്ഞിട്ട് നടന്നില്ല. എന്നിട്ട് ആണ് ഈ സുപ്രീം കോടതിയിൽ വന്നത്. ഇത് മുഗൾ കാലത്ത് ആരോ തലവെട്ടിയതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ പറയുന്നുണ്ട്, ആക്രമണത്തിന് വന്ന ആളുകൾ. അപ്പോൾ ഗവായി പറഞ്ഞു, ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥലമാണ്, അവരുടെയൊക്കെ അനുമതിയൊക്കെ വേണ്ടി വരും, ഞങ്ങൾക്ക് അതിനൊന്നുള്ള ഇതില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭക്തനല്ലേ, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ പോയി വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ വിഷ്ണു തന്നെ വിഷ്ണുവിൻ്റെ പ്രശ്നം പരിഹരിക്കട്ടെ എന്നുള്ള മട്ടിൽ പറഞ്ഞു. ഇത് പല ആളുകളും പിന്നീട് ഗവായോട് വേറൊരു മതത്തിന് നിങ്ങളെ അല്ല, അത് വലിയ വിവാദമായി. നിങ്ങൾക്ക് ഇയാളെ വയലാതെ ആക്ഷേപിച്ചു, നിങ്ങൾ ഭക്തരാണെന്നല്ലേ അവകാശപ്പെടുന്നത്, എന്നാൽ ഭഗവാന്റെ തലയുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പറയൂ, ഭഗവാനോട് തന്നെ പറയൂ, ഞങ്ങൾക്കൊന്നും നേരമില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇയാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും അവിടെ ഒരു ശിവലിംഗം ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുക, ഇതൊക്കെ പറഞ്ഞു. അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. അല്ല, അത് ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കാരണം ഈ കക്ഷിയെ ഹർജിക്കാരനെ അപമാനിക്കുക മാത്രമല്ല, അപ്പോൾ കാതലായി ഉയർന്നു വന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലുണ്ടല്ലോ, അത് ഈ കോടതിയിൽ ഹർജി കൊടുത്ത് സർക്കാർ ബില്ല് പാസാക്കി ഉടൻ തന്നെ ഹർജികൾ കോടതി അഡ്മിറ്റ് ചെയ്തു. എന്നാൽ കോൺഗ്രസ് സർക്കാർ നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്തപ്പോൾ, കോൺഗ്രസ് ഈ മാരകമായ വകുപ്പുകൾ ചേർത്ത് നിയമം ഭേദഗതി ചെയ്തപ്പോൾ അന്ന് ഹിന്ദു സംഘടനകൾ കേസ് കൊടുത്തു. അതിപ്പോഴും പരിഗണിച്ചിട്ടില്ല. അതിപ്പോൾ ഈ മുസ്ലിം സംഘടനകളുടെ കേസിൻ്റെ കൂട്ടത്തിൽ അതും കേൾക്കാമെന്ന് പറഞ്ഞു. 15 വർഷത്തോളം കഴിഞ്ഞപ്പോൾ മുസ്ലിം പരാതി വന്നപ്പോൾ ഉടനെ കേൾക്കാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ആ കേസ് പരിഗണിക്കുമ്പോൾ ഈ ജസ്റ്റിസ് ഗവായി വെച്ച ഈ യാർഡ് സ്റ്റിക്ക് ആണെങ്കിൽ, ഇതിപ്പോൾ നിങ്ങളുടെ പള്ളിയുടെ കേസല്ലേ, ഒരു കാര്യം ചെയ്യും, അള്ളാഹയോട് പോയി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഹിന്ദുവിൻ്റെ ഒരു വിഷയം, ക്ഷേത്രത്തിൻ്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ പോയി വിഷ്ണുവോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇത് അങ്ങനെ ഒരു മതത്തിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ കൊണ്ടു. അതുമാത്രമല്ല, അതിനുശേഷം ഒരാഴ്ച 2-3 ദിവസം കഴിഞ്ഞ് സുപ്രീം കോടതി ബെഞ്ചിൽ വീണ്ടും ഗവായി ഇതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു.
ഞാൻ അങ്ങനെ ഒരു മതത്തിനെ ഒന്നും ആക്ഷേപിച്ചിട്ടില്ല. ആളുകൾ സെപ്റ്റംബർ 18 ക്ലാരിഫൈ ചെയ്തു. കാരണം അത് വല്ലാതെ പരിക്കേറ്റു. കേന്ദ്ര സർക്കാർ സഹായിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു, എനിക്കറിയാം, 10 വർഷമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം, ഇത് എല്ലാ മതങ്ങളുടെയും പരിപാടിക്കൊക്കെ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞു പൂശി. തുഷാർ മേത്ത പറഞ്ഞു ഈ മറ്റേ ന്യൂട്ടന്റെ നിയമം ഉണ്ടല്ലോ, എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് പറഞ്ഞതുപോലെ ഇപ്പോ ഈ എവരി ആക്ഷൻ ഹാസ് എ ഡിസ്പ്രപ്പോർഷനേറ്റ് സോഷ്യൽ മീഡിയ റിയാക്ഷൻ എന്ന് പറഞ്ഞു അങ്ങേര്. കപിൽ സിബൽ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ കാരണം ഞങ്ങൾ പൊറുതി വിട്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്താൽ ഇത് കിട്ടും. അതായത് കഴിഞ്ഞ കൊല്ലാണെന്ന് തോന്നുന്നു, ഇദ്ദേഹം ബുദ്ധമതത്തിൽപ്പെട്ട ആളാണ് ഗവായി. ബുദ്ധമതത്തിൽപ്പെട്ട, കാരണം അവിടെ ഒരു ജഡ്ജിയുടെ വസതിയുടെ കൂട്ടത്തിലൊരു ക്ഷേത്രം പണിതിരുന്നു ഡൽഹിയിൽ. ആ ജഡ്ജിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നുള്ളത് കൊണ്ട് ക്ഷേത്രം പണിതിരുന്നതാണ്. പിന്നീട് അവിടെ ബുദ്ധമതത്തിൽപ്പെട്ട ഒരു ജഡ്ജി താമസിക്കാൻ വന്നപ്പോൾ ഈ ക്ഷേത്രം പൊളിച്ചു കളയണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഡൽഹിയിൽ. അപ്പോൾ ബുദ്ധമതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്വഭാവം വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഈ 2011 ഒരു കോടതിയുടെ അകത്ത് അമൻ കുമാർ എന്ന് പറഞ്ഞൊരു വിചാരണ തടവുകാരനെ ആക്രമിച്ച സംഭവമുണ്ട്. ചില ആളുകൾ ഇവിടെ ഒരു കോടതിയുടെ പുറത്തു നിന്നൊരു പ്രതിയെ പിടിച്ച പോലീസുകാരില്ലേ, അയാൾ കോടതിയിൽ കീഴടങ്ങാനായിട്ട് വരുമ്പോൾ തൊട്ട് പുറത്ത് വെച്ച് പിടിച്ചൊരു സംഭവം. അതെ, അതെ, കനിയകുമാറിനെ കോടതി പാട്യാല ഹൗസ് കോർട്ട് റൂമിന്റെ പുറത്ത് വെച്ചിട്ട് 2016 ചില അഭിഭാഷകരെ അടി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ ഗവായിയുടെ കാര്യത്തിൽ ഇത് മാത്രമല്ല, ഗവായിയുടെ അമ്മ കമൽതായി അവരെ അമരാവതിയിൽ വിജയദശമി ആഘോഷത്തിന് വിളിച്ചിരുന്നതാണ്. ഒക്ടോബർ 5-ാം തീയതിയാണ് ആ ആഘോഷം. അവർ പോയില്ല. ആദ്യം പോകുന്നു പറഞ്ഞു എന്നാണ് പൊതുധാരണ. കാരണം നന്ദകുമാർ അവിടെ പ്രസംഗിക്കേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് അവരുടെ മകൻ ഡോക്ടർ രാജേന്ദ്ര എന്ന് പറഞ്ഞൊരു മകനുണ്ട്. ഈ ഗവായി മാത്രമല്ല, ഡോക്ടർ ആയ ഒരു മകനുമുണ്ട്, സഹോദരൻ. അങ്ങേര് ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹം ഒരു വീഡിയോയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ പ്രസ്താവന വന്നല്ലോ, ഞാൻ അംബേദ്കർവാദിയാണ്, ഞങ്ങളുടെ വിജയദശമി ഇതല്ല, ഞങ്ങളുടെ വിജയദശമി വേറെയാണ്, ഞാൻ ഭരണഘടനയോട് അചഞ്ചലമായ കൂറുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ഈ വിജയദശമി ആഘോഷത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ കമൽതായി പറഞ്ഞു. അത് മറ്റേ ചീഫ് ജസ്റ്റിസ് എഴുതി കൊടുത്ത പ്രസ്താവനയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൈകൊണ്ട് എഴുതിയ ഒരു സാധനം, ഒരു മാനുസ്ക്രിപ്റ്റ് സംഗതിയായിരുന്നു. അപ്പോൾ ഇതിന്റെ വാസ്തവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗവായിയുടെ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ അച്ഛൻ ഇവിടെ RS ഗവായി ഗവർണറായിരുന്നു കേരളത്തിൽ. ആ ഗവായി 1981 നാഗ്പൂരിൽ RSS സംഘ് ശിക്ഷാവർഗിൽ മുഖ്യാതിഥിയായിരുന്നു. 1981 റിപ്പബ്ലിക്കൻ പാർട്ടിയൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് കോൺഗ്രസുമായിട്ടുമൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പല പാർട്ടിയുടെ കൂടെ ഒക്കെ ചേർന്ന് പല ആളുകളും ഒക്കെ പല പദവികളും ഒക്കെ കിട്ടുന്ന പോലെയൊക്കെ നടക്കും അവർ. അപ്പോൾ അന്ന് സംഘ ശിക്ഷാവർഗിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത ചിത്രമൊക്കെ അവൈലബിൾ ആണ്. ഈ RS ഗവായിയുടെ അല്ല, അച്ഛൻ പങ്കെടുത്തുകൊണ്ട് മകൻ പങ്കെടുക്കണം ഒരു നിർബന്ധമില്ല. RS ഗവായിയാണ് ഈ ലാവ്ലിൻ കേസിൽ പിണറായി പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തത് ഇവിടെ ഗവർണറായിരുന്ന കാലത്ത്. ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായമൊക്കെ ആകാം, പക്ഷെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനൊരു പശ്ചാത്തലം ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഏതായാലും പക്ഷേ ഈ വിധിന്യായങ്ങളോടുള്ള എതിർപ്പും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരു ന്യായാധിപനെ എന്തിൻ്റെ പേരിലാണെങ്കിലും കോടതി മുറിയിലിരിക്കുമ്പോൾ, സിറ്റിംഗ് ജഡ്ജായിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഷൂ എറിയ എന്നൊക്കെ പറയുന്നൊരു നല്ല ജനാധിപത്യ മാതൃകയല്ല. ഡെക്കോറം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതിന് വിരുദ്ധമാണത്. ഓരോ സ്ഥലമൊക്കെ വൃത്തിയായിട്ടൊക്കെ ഇങ്ങനെ നടക്കണം. കോടതിയുടെ അകത്ത് വെച്ചിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. പുറത്ത് വെച്ച് ചിലപ്പോൾ 2 തെറി കാറ് പോകുന്ന വഴിക്കോ മറ്റോ കേട്ടില്ല എന്നോ കേട്ടോ എന്നൊക്കെ വരും. അല്ല, അതിപ്പോൾ എല്ലാ പ്രതികളും, ശിക്ഷിക്കപ്പെടുന്ന എല്ലാ പ്രതികളും ഉറപ്പായിട്ടും ജഡ്ജിമാരെ പറയുന്നുണ്ടാവും. മനസ്സിന്റെ ഉള്ളിലെങ്കിലും പറയും. അതെ,
ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയില്ല. ഇനി ഇയാളെ വേറെ ആരെങ്കിലും വേറെ അജണ്ട ഉള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു വിട്ടതാണോ നമുക്കറിയില്ല. അങ്ങനെയും വരാം. കാരണം ഇയാൾ സംസാരിച്ചപ്പോൾ സനാതന ധർമ്മം ഉത്തരവാദിത്തം സമാധാനം പറയേണ്ട ഉത്തരവാദിത്തം സനാതന ധർമ്മികൾക്കായി. അതെ, കാരണം ഇയാൾ ചിലപ്പോൾ പിച്ചുമ്പയും പറഞ്ഞു നടക്കുന്ന ഒരു അഭിഭാഷകനായിരിക്കും. നമുക്ക് ഇയാളുടെ ചരിത്രമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പോയിട്ട് പറഞ്ഞിട്ട് വാ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പിരികേറ്റിയതാണോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ വല്ല പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിക്ക് മാനസിക സ്ഥിരതയില്ലായിരുന്നു, കോൺഗ്രസ് നിയമിച്ച ഒരു ജഡ്ജിക്ക് പ്രാന്തായിരുന്നു കേട്ടിട്ടുണ്ട്. ലളിതമായി പറഞ്ഞ എന്തു പറയുന്ന പോലെ വല്ല പ്രാന്ത് പിടിച്ച വല്ല വക്കീലുമാണോ എന്നും അറിയത്തില്ല. ഈ VR കൃഷ്ണയ്യർ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഈ VR കൃഷ്ണയ്യർ ഈ അതീത ശക്തികളും കേട്ട് മരിച്ചുപോയ ഭാര്യയോട്. അതെ, അപ്പോൾ കൃഷ്ണയ്യരെ കൊണ്ട് ഇതിൻ്റെ ഒരു പരമ്പര നമ്മൾ എഴുതിച്ചു. ഞാൻ വാരാന്ത പതിപ്പ് മനോരമയുടെ കൈകാര്യം ചെയ്യുന്ന കാലത്ത് അന്ന് അങ്ങേരെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ് ജസ്റ്റിസ് M ഹിദായത്തുള്ള ഉണ്ടായിരുന്നില്ലേ. ഈ ഹിദായത്തുള്ള ഒരു ദിവസം ഈ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വാതിൽക്കലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ ശല്യപ്പെടുത്താൻ ഇങ്ങനെ വരരുത്, പൊക്കോണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ മാറി നിന്നിട്ട് ഇനി നടപടി തുടർന്നോളൂ എന്ന് പറഞ്ഞു വന്ന് മരിച്ചുപോയ മകള് അവിടെ വന്ന് നിൽക്കുകയായിരുന്നു എന്നാണ് കൃഷ്ണയ്യർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഹിദായത്തുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃഷ്ണയ്യർ. കോടതികളിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയുമ്പോൾ ഇതും കൂടി ഓർമ്മ വന്നു എന്നേ ഉള്ളൂ. അല്ല, വേറെ കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ മരിച്ചവരുടെ ആത്മാക്കളുള്ളത് കോടതികളായിരിക്കും. കാരണം നീതി കിട്ടാതെ, കാരണം ഒരു കേസ് കൊടുത്തിട്ട് അതിൻ്റെ വിധി വരുന്നതിന് മുമ്പ് ആൾ മരിച്ചുപോയി കാണും നീതിക്ക് വേണ്ടി. പിന്നെ നിരപരാധിയായ അതുകൊണ്ട് പക്ഷേ അതിലേറെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ തുലവും കുറവാണ്. പക്ഷേ ഒരു നീതി കിട്ടാൻ വേണ്ടി നീതിപീഠത്തെ സമീപിച്ചിട്ട് അതിൽ തീർപ്പുണ്ടാവാതെ മരിച്ചു പോവുകയും ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രേതങ്ങൾ ഉറപ്പായിട്ടും ആ കോടതികളുണ്ടാവും. ഓർക്കുന്നില്ലേ ഈ ഭാരതൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, സന്ധ്യമയങ്ങും നേരം, മറ്റേ ഗോപിയെ 7 പേരെ മറ്റോ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിയുടെ അവസ്ഥ. അസല് സിനിമയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണം എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ഹനിക്കുന്നതും അപലപിക്കേണ്ടതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.